മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. അറിയാവുന്ന കുറേ കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി മാത്രമാണ് യൂട്യൂബിലൂടെ ഇങ്ങനെ ഓരോ പോയിന്റുകൾ നിങ്ങളുടെ മുമ്പിൽ വിവരിക്കുന്നത്. ഇങ്ങനെ വിവരിക്കുന്ന വിഷയങ്ങളിൽ ഏതാണ്ട് 90-95% പ്രഭാഷണ പരമ്പരകളിലേക്ക് ഞാൻ പോകുമ്പോൾ അവിടെയുള്ളവർ ചോദിക്കുന്ന ചോദ്യങ്ങളും യൂട്യൂബിൽ വരുന്ന കമൻറ്റുകളും ഫേസ് പേജിൽ വരുന്ന കമൻറ്റുകളും പിന്നെ സാധാരണ വ്യക്തികൾക്ക് ഉണ്ടാവുന്ന സംശയങ്ങൾ ചില പുസ്തകങ്ങളിൽ ചില TV ഷോയിൽ അങ്ങനെയെല്ലാം വരുന്ന സംശയങ്ങളാണ് വിഷയങ്ങളായിട്ട് യൂട്യൂബിൽ ഞാൻ നൽകാറുള്ളത്. അനന്തമായിട്ടുള്ള സാധ്യതയുള്ള ഒരു ചെറിയ പരിപാടിയാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജ് ഏറ്റെടുത്തിരിക്കുന്നത്. ഈ യൂട്യൂബിലുള്ളത് ഓഡിയോ ആക്കിയിട്ട് ഷിജുലാലും ആലപ്പുഴയിലെ ഗോപാലകൃഷ്ണൻജിയും പിന്നെ ധാരാളം വ്യക്തികൾ പണ്ട് അപ്ലോഡ് ചെയ്ത വീഡിയോ ഓഡിയോ ആക്കിയിട്ട് വാട്സപ്പിലൂടെയും ഫേസ് പേജിലൂടെയും ബാക്കി രീതിയിലൂടെയൊക്കെ അയക്കാറുണ്ട്. നമ്മുടെ നാടിൻ്റെ അറിവ് പഠിച്ച് വേണമെന്നുള്ളവർക്ക് നിർബന്ധമൊന്നുമില്ല. അത് പഠിപ്പിച്ച് അത് പ്രചരിപ്പിച്ച് അതിനായിട്ട് പ്രവർത്തിച്ച് ശക്തമായിട്ടോ മിതമായിട്ടോ വാദിക്കാനും ജയിക്കാനും അല്ലാതെ പ്രതികരിച്ച് ആത്മവിശ്വാസമുണ്ടാക്കലും അറിവുണ്ടാക്കലും മനസ്സിലെ ഇച്ഛാശക്തിയും തലച്ചോറിലെ ജ്ഞാനശക്തിയും ശരീരാവയവങ്ങളിൽ ക്രിയാശക്തിയും ഉണ്ടാക്കലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജ് ഏറ്റെടുത്തിരിക്കുന്ന ഈ ദൗത്യത്തിൻ്റെ മാർഗവും ലക്ഷ്യവും. ധാരാളം വിഷയങ്ങൾ ഇതേപോലെ അപ്ലോഡ് ചെയ്യാറുണ്ട്. ധാരാളം വിഷയങ്ങളുടെ വാർത്തകൾ, ഭാരതത്തിൻ്റെ വികസന വാർത്തകൾ dharmanews.in അപ്ലോഡ് ചെയ്യാറുണ്ട്. ധർമ്മ മെസ്സേജസിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. തേഴ്സ്ഡേ മെസ്സേജായിട്ട് അപ്ലോഡ് ചെയ്യാറുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പിലൂടെ അയക്കാറുണ്ട്. ഒത്തിരി പോർട്ടൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ധർമ്മ റേഡിയോയിലൂടെ പ്രചരിപ്പിക്കാറുണ്ട്. കൂടാതെ CD ആയിട്ടും പെൻഡ്രൈവായിട്ടും കോപ്പിറൈറ്റ് ഇല്ലാതെ ഒത്തിരി പേർക്ക് എത്തിക്കാറുണ്ട്. ഒരു ലക്ഷ്യമേ ഉള്ളൂ, വേണമെന്നുള്ളവർക്ക് പഠിക്കാനുള്ള ഒരു മാർഗം. വേണമെന്നുള്ളവർക്ക് ആരെങ്കിലും കൺവിൻസ് ചെയ്യിക്കലൊന്നും നമ്മുടെ ജോലിയുടെ ഭാഗമേ അല്ല. സ്വയം പഠിക്കാൻ സന്നദ്ധരായ ലക്ഷക്കണക്കിന് യുവാക്കൾ ഇപ്പം മുമ്പോട്ട് വരുന്നുണ്ട്. എല്ലാ മതത്തിലുള്ളവർ. നമ്മുടെ നാട് എല്ലാവരുടെയുമാണ്. അത് പഠിപ്പിക്കാനൊക്കെ താല്പര്യമുള്ളവർ ഇത് ഉപയോഗിക്കാറുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇത് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കും. വിഷയങ്ങൾക്ക് ഒരു ക്ഷാമവുമില്ല എന്നുള്ള ലോകത്തിലാണ് ജീവിക്കുന്നത്. അങ്ങനെയുള്ള വിഷയങ്ങൾ ഭാരതത്തിലുള്ളത് ഞാൻ നേരത്തെ പറയാറുണ്ട്. പുരാണങ്ങളിലുണ്ട്, മഹാഭാരതത്തിലുണ്ട്, വാൽമീകി രാമായണത്തിലുണ്ട്, രാമായണത്തിലുണ്ട്, വേദങ്ങളിലുണ്ട്, ബ്രാഹ്മണ ഗ്രന്ഥങ്ങളിൽ, ആരണ്യക ഗ്രന്ഥങ്ങളിൽ, ഉപനിഷത്തുക്കളിൽ, വേദാംഗങ്ങളിൽ, ഉപവേദങ്ങളിൽ, ഉപാംഗങ്ങളിൽ, ഷഡ് ദർശനങ്ങളിൽ എല്ലാത്തിലും ഉണ്ട്. ഇതിലൊന്നിലും പെടാതെ ധാരാളം പൂർവികരായ നമ്മളുടെ ഋഷിതുല്യരായവര്, സാധാരണക്കാരുൾപ്പെടെ അതിനകത്ത് പെടും. അവർ സുഭാഷിതം എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. നല്ല നല്ല സന്ദേശങ്ങൾ. ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ മെസ്സേജ് പോലെയുള്ള സന്ദേശങ്ങൾ സുഭാഷിതങ്ങൾ എന്നാണ് പറയുക. എന്ന് വെച്ചാൽ ഗ്ലോറിയസ്. ഭാഷിതം എന്ന് പറഞ്ഞാൽ പറയപ്പെട്ടത്. ഗ്ലോറിയസ് ആയിട്ട് പറയപ്പെട്ട കാര്യങ്ങൾ ഉണ്ട്. അത് നല്ല മാനേജ്മെന്റ്, ലൈഫ് മാനേജ്മെന്റ് ആണ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ്,
മെറ്റീരിയൽ മാനേജ്മെന്റ് ആണ്, മെന്റൽ, സൈക്കോളജിക്കൽ, സോഷ്യൽ, അങ്ങനെയുള്ള മാനേജ്മെന്റ് തത്വങ്ങളാണ് സെപ്പറേറ്റ് ആയിട്ട് സുഭാഷിതങ്ങളിലൂടെ ഇന്റഗ്രേറ്റഡ് മാനേജ്മെന്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഒരു ശ്ലോകമാണ് അമന്ത്രമക്ഷരം നാസ്തി നാസ്തി മൂലം അനൗഷധം അയോഗ്യ പുരുഷോ നാസ്തി യോജകത് തത്ര ദുർലഭ. മന്ത്രമാക്കാൻ പറ്റാത്തതായിട്ടുള്ള ഒരു അക്ഷരം പോലുമില്ല. 52 അക്ഷരവും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭാഷകളിൽ അതിനേക്കാൾ കൂടുതൽ അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ അതും ഏത് അക്ഷരവും മന്ത്രമാക്കാൻ ഉപയോഗിക്കാം. ഇങ്ങനെ ഒരു അക്ഷരം മന്ത്രമാക്കാൻ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. അമന്ത്രം അക്ഷരം നാസ്തി, മന്ത്രമാക്കാൻ പറ്റാത്ത ഒരു അക്ഷരവുമില്ല. ന അസ്ഥി മൂലം അനൗഷധം. ഇത്രയും അധികം ചെടികൾ ലോകത്തിലുണ്ട്. 4 ലക്ഷം തരത്തിലുള്ള സസ്യങ്ങൾ, 80,000 തരത്തിലുള്ള വൃക്ഷങ്ങൾ. അതിൻ്റെ വേരുകൾ, എല്ലാ വൃക്ഷങ്ങളുടെയും വേരുകൾക്ക് ഔഷധ ഗുണമുണ്ട്. എല്ലാ വൃക്ഷങ്ങളുടെയും സസ്യങ്ങളുടെയും വേരുകൾക്ക് ഔഷധ ഗുണമുണ്ട്. നാസ്തി മൂലം അനൗഷധം. ഔഷധ ഗുണമില്ലാത്ത ഒരു വേരുമില്ല. അയോഗ്യ പുരുഷോ നാസ്തി. യൂസ്ലെസ് എന്ന് പറയാവുന്ന ഒരു മനുഷ്യനും ലോകത്തിലില്ല. ഇയാൾ ഒന്നിനും കൊള്ളില്ലാത്തവനാണ് എന്ന് പറയാൻ യോഗ്യതയുള്ള മനുഷ്യനില്ല. എന്തെങ്കിലും അയാൾക്ക് ഗുണമുണ്ടാവും. അയോഗ്യ പുരുഷ ന അസ്തി യോജകത്തത്ര ദുർലഭ. ഇവിടെ ഇല്ലാത്തത് അക്ഷരത്തിന്റെ കുറവല്ല, മന്ത്രമുണ്ടാവാതിരിക്കാൻ കാരണം. മൂലങ്ങള്, വൃക്ഷങ്ങളുടെ കുറവല്ല, മരുന്നുണ്ടാവാതിരിക്കാൻ കാരണം. ചില മനുഷ്യര് വെറുതെ ഇരിക്കാൻ കാരണം അവരുടെ കുഴപ്പമല്ല, അവരുടെ കുറവല്ല ഒരു ലോകം ദരിദ്രമാവുന്നതോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നെഗറ്റീവ് ഉള്ളതോ ആവുന്നത്. കറക്റ്റായിട്ട് അക്ഷരങ്ങളെ യോജിപ്പിച്ച് വാക്കുകളാക്കി മന്ത്രങ്ങളാക്കാൻ കഴിവുള്ളവർ കുറച്ചേ ഉള്ളൂ. അക്ഷരങ്ങളെ യോജിപ്പിച്ച് വാക്കുകളാക്കി മന്ത്രമാക്കാൻ കഴിവുള്ളവർ കുറച്ചേ ഉള്ളൂ. കറക്റ്റ് അളവിൽ കറക്റ്റ് വേരുകൾ ചേർത്ത് മരുന്ന് ആക്കി മാറ്റാൻ കഴിവുള്ളവർ കുറച്ചുപേരേ ഉള്ളൂ. ഓരോ മനുഷ്യന്റെയും പ്രത്യേകതയും ഗുണങ്ങളും തിരിച്ചറിഞ്ഞ് അവന് പറ്റിയ ജോലി ഏൽപ്പിച്ച് അവനിൽ നിന്ന് വർക്ക് ഔട്ട്പുട്ട് എടുക്കാൻ കഴിവുള്ള വ്യക്തികൾ കുറച്ചേ ഉള്ളൂ. യോജകന്മാര്, കോർഡിനേറ്റേഴ്സ്, മാനേജർമാര്, റൈറ്റേഴ്സ്, ഡോക്ടർമാര്, വൈദ്യന്മാര്, ഔഷധമുണ്ടാക്കുന്നവരുടെ എണ്ണം കുറവാണ്. അപ്പോ മഹാകാവ്യം എഴുതാൻ കഴിവുള്ളവരുടെ എണ്ണം കുറവാണ്. മരുന്ന് ഉണ്ടാക്കാൻ അറിവുള്ളവരുടെ എണ്ണം കുറവാണ്. കറക്റ്റായിട്ട് മനുഷ്യന്റെ കപ്പാസിറ്റി നോക്കിയിട്ട് അവരെ മാനേജ് ചെയ്യാൻ പറ്റുന്ന മാനേജർമാരുടെ എണ്ണം കുറവാണ്. അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് ഞാനും നിങ്ങളും ചെയ്യേണ്ടത്, എല്ലാ മനുഷ്യരിലും കുറേ ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുക, എൻകറേജ് ചെയ്യുക, അപ്രീഷിയേറ്റ് ചെയ്യുക, ഗൈഡ് ചെയ്യുക, എന്നിട്ട് അവരെ നല്ലവരും വലിയവരൊക്കെ ആക്കി മാറ്റാം. അമന്ത്രമക്ഷരം നാസ്തി നാസ്തി മൂലം അനൗഷധം അയോഗ്യ പുരുഷോ നാസ്തി യോജക തത്ര ദുർലഭം. പ്രണാമം, നമസ്കാരം.